ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബിഗിനറിൽ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഒരു അഡ്വാൻസ് ലെവലിൽ ഫോട്ടോഷോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ പഠിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഡിസൈനിങ് ചെയ്യുന്നത്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഫോട്ടോഷോപ്പ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പരസ്യകാല രംഗത്തും സിനിമ, ഫോട്ടോ തുടങ്ങി ഇന്ന് നിലനിൽക്കുന്ന ഒട്ടനവധി മേഖലകളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഫോട്ടോ ഒരു സ്റ്റുഡിയോയിൽ പോയി നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നമ്മളതിൻ്റെ പിമ്പിൾസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് അവർ നമുക്ക് ഒരു ഫൈനൽ ഔട്ടായിട്ട് ഫോട്ടോ നമുക്ക് തരുന്നത്. ഒരു ഫ്ലെക്സ് അടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ബ്രോഷർ ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ നമ്മൾ അധികവും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇന്നു മുതൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, നമുക്കിനി ഫോട്ടോഷോപ്പിലേക്ക് വരാം. ഞാനിവിടുന്ന് സ്റ്റാർട്ടിൽ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഓൾ പ്രോഗ്രാംസിൽ ഫോട്ടോഷോപ്പിലേക്ക് ഞാൻ പോയി. ഇതിപ്പോൾ എല്ലാ വേർഷൻ, ഇപ്പോൾ 7 ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവാം, 8ഉം 8.1ഉം 10ഉം 11 ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരൊക്കെ അവരെ സോഫ്റ്റ്വെയർ കിട്ടണമെങ്കിൽ അവരെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നമുക്കത് അവിടെ കാണിച്ചു തരും. അപ്പോൾ നമ്മളിവിടെ ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും അഡോബി ഫോട്ടോഷോപ്പ് CS3 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറുടെ വന്നു. ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അവൻ്റെ ടാസ്ക് ബാറിലോ ഡെസ്ക്ടോപ്പിലോ ഈ ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പിലേക്ക് എളുപ്പ വഴിയായി നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഇന്റർഫേസ് ആണ് നമുക്ക് ഓപ്പൺ ആയി വരിക. ഈ ഒരു ഇന്റർഫേസിൽ ഇരുന്നിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അതിന് നമുക്ക് പേജ് വേണം. ഇത് ഈ ഒരു വിൻഡോയിലൊക്കെ തന്നെയാണ്, പക്ഷേ നമുക്കിതിൽ പേജ് വേണം. പേജ് എടുത്താൽ മാത്രമേ നമുക്കിതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പേജ് എടുക്കാൻ നമ്മൾ ഫയലിൽ ന്യൂ എന്ന് പറയുന്ന വിൻഡോയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയലിൽ ന്യൂ, Ctrl+N ആണ് ഷോർട്ട് കട്ട്. കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫോട്ടോഷോപ്പിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തു. നമുക്കിതിൽ ധാരാളം ഷോർട്ട് കട്ടുകളുണ്ട്. ധാരാളം, ഇന്ന് മുതൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതിൽ ധാരാളം ഷോർട്ട് കട്ടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ന് മുതൽ നമ്മൾ ഓരോ ക്ലാസ്സും കഴിയുമ്പോഴും നമ്മൾ അതിൻ്റെ ഷോർട്ട് കട്ട് വ്യക്തമായിട്ട് പഠിക്കുക. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഒരു സെലക്ഷൻ കൊടുത്തു. ഈ ഒരു സെലക്ഷൻ എനിക്ക് വലുതാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഇടണം എന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രോക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വന്നു. അല്ലെങ്കിൽ എനിക്കൊരു സെലക്ഷനെ വലുതാക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഞാൻ എൻ്റെ മനസ്സിൽ ഒന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താവുന്നുണ്ട്, എൻ്റെ സ്ക്രീനിൽ എനിക്കത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളത് ഷോർട്ട് കട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എളുപ്പ വഴിയായി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പഠിക്കുന്നതിന് ഷോർട്ട് കട്ടുകൾ ഉണ്ടാവും. അത് കറക്റ്റായിട്ട് നമ്മൾ ഓരോ ദിവസവും പഠിച്ചു പോവുക. ഫയലിൽ ന്യൂ എന്ന് പറയുന്ന വിൻഡോ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+N ഷോർട്ട് കട്ട് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് നമുക്ക് ഓപ്പൺ ആയി വരും. അതിൽ ആദ്യമുള്ളത് നെയിമാണ്. അതായത് നമ്മൾ എന്ത് വർക്കാണോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. അപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് ആയിക്കോട്ടെ, ബ്രോഷർ ആയിക്കോട്ടെ, ഫ്ലെക്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വെഡിങ്ങിൻ്റെ മാഗസിൻ ആയിക്കോട്ടെ, ഇതൊക്കെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളൊരു ഫയലാണെങ്കിൽ നമ്മൾ എന്തായാലും ഫൈനലി നമ്മളത് സേവ് ചെയ്യും. ആ സേവ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യാം, നമുക്ക് അവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രീസെറ്റ് ആണ്. പ്രീസെറ്റ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് തന്നെ സേവ് ചെയ്ത് വെച്ചതും നമുക്കും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൾഡറാണ് ഈ പ്രീസെറ്റ് എന്ന് പറയുന്നത്. ഈ പ്രീസെറ്റ് നമ്മൾ ഇവിടെ മാത്രമല്ല, നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മളൊരു സെലക്ഷൻ എടുക്കുവാണ്, അല്ലെങ്കിൽ നമ്മളൊരു എഫക്ട്സ് എടുക്കുവാണ്, ഇതിലൊക്കെ നമുക്ക് പ്രീസെറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ പ്രീസെറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിപ്പ് ബോർഡ്, ഡിഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ്, ഇതൊന്നും നമ്മളങ്ങനെ ഡിഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് ഒന്നും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ അടുത്തത് US പേപ്പർ, ഇന്റർനാഷണൽ പേപ്പർ ഫോട്ടോ എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. US പേപ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ സൈസ് എന്ന് പറയുന്ന ഒരു വിൻഡോയിൽ ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ് എന്ന് പറയുന്ന പേപ്പറുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അതിൽ ലീഗൽ പേപ്പർ എന്ന് പറയുന്ന ഒരു പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം ലീഗൽ പേപ്പർ. A4-നേക്കാൾ കുറച്ചും കൂടെ വലിയൊരു പേപ്പറാണ് ലീഗൽ പേപ്പർ എന്ന് പറയുന്നത്. നമുക്കത് വേണമെങ്കിൽ അതെടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫോൾഡറിലേക്ക് പോവാം. ഇന്റർനാഷണൽ പേപ്പർ. ഇന്റർനാഷണൽ പേപ്പറിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ നമുക്ക് A6, A5, A4, A3, B5, B4 എന്നൊക്കെ പറഞ്ഞ പേപ്പറുകൾ വന്നിട്ടുണ്ട്. നമ്മളതിൽ അധികം ഉപയോഗിക്കുന്നത് A4ഉം A3ഉം ആണ്. A4 പേപ്പർ നമുക്കറിയാം. A3 എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു അധികം ഇപ്പം നമ്മൾ A3 പെട്ടെന്ന് മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ വെഡിങ്ങിന്റെ ഒരു ബ്രൈഡിന്റെ ഗ്രൂമിന്റെയും പേരൊക്കെ എഴുതി നമ്മൾ കാറിലൊക്കെ ഒട്ടിക്കുന്ന ഒരു സൈസ് ഉണ്ട്. ആ സൈസിനെയാണ് നമ്മൾ A3 എന്ന് പറയുന്നത്. കറക്റ്റ് നമ്മൾ ലേസർ പ്രിന്റിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ആ സൈസ് അല്ല, 12x18 എന്ന് പറയുന്ന ഒരു മെഷർമെന്റിലാണ് നമ്മൾ പ്രിന്റിങ് അതിന് കൊടുക്കുക. അപ്പോൾ ഏകദേശം ആ ഒരു സൈസ് ആണ് നമുക്ക് A3യിലേക്ക് വരുന്നത്. അത് വേണമെങ്കിൽ അതെടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അടുത്തത് ഫോട്ടോ. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ യൂസ് ചെയ്യുന്ന 6, 4, 5, 7, 10, 8 എന്നൊക്കെ പറയുന്ന മെഷർമെന്റുകളാണ്. അപ്പൊ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിന്റ് അടിക്കാൻ നമ്മൾ അധികവും സ്റ്റുഡിയോയിലൊക്കെ യൂസ് ചെയ്യുക 6, 4 എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പൊ ആ പേപ്പറിന്റെ ഒക്കെ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് വൈഡ് ആയിട്ടാണ് ഓപ്പൺ ആയിട്ട് വരിക. ഞാൻ കാണിച്ചു തരാം. വൈഡ് ആയിട്ടാണ് പേപ്പർ ഓപ്പൺ ആയിട്ട് വരിക. ഈ പേപ്പർ നമുക്ക് വേണ്ട എങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. പേപ്പർ പോർട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുത്തനെ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് പേപ്പർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വെബാണ്, വെബ് പേജ് ആണ്. അതായത് നമ്മളൊരു വെബ് ഡിസൈനർ ആണ് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പേജുകളാണ്. മൊബൈൽ ആൻഡ് ഡിവൈസ് ഒന്ന് പണ്ടത്തെ ഫോണിന്റെ ഒക്കെ സ്ക്രീൻ സൈസുകളാണ്. അതൊന്നും നമ്മൾ ഇപ്പോൾ ഈ ഒരു CS3 നമ്മളത് ഉപയോഗിക്കാറില്ല. ഫിലിം ആൻഡ് വീഡിയോ, ഒരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ അവന് ഉപയോഗിക്കേണ്ട പേജുകളാണ് NTSC, നാഷണൽ ടെലിവിഷൻ സിസ്റ്റം കമ്മിറ്റി എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. പിന്നെ പാസ് ആൾട്ടർനേറ്റീവ് ലൈൻസ് ആണ് PAL എന്ന് പറയുന്നത് വരുന്നത്. പിന്നെ 2Kയും 4Kയും HDV ഹൈ ഡെഫിനിഷൻ വീഡിയോ, അതൊക്കെ നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പേജുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്കത് എന്ത് ചെയ്യാം, അതെടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ കിട്ടും. നെക്സ്റ്റ് കസ്റ്റം ആണ്. കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു മെഷർമെന്റ് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോർഷനാണ് കസ്റ്റം. നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കി A4 നോക്കി, A3 നോക്കി, ലീഗൽ നോക്കി, ഈ 3 പേപ്പറിലും അല്ലെങ്കിൽ 6, 4, 5, 7, 10, 8 എന്നൊക്കെ പറയുന്ന പേപ്പറുകൾ നോക്കി. ഈ പേപ്പറിൽ മാത്രമല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഒരു കസ്റ്റമർ എന്ത് പേപ്പറാണോ, എന്തൊരു മെഷർമെന്റ് ആണോ തരുന്നത്, ആ മെഷർമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുക. അതല്ലാതെ ഒരു ഇതിലുള്ള ഡിഫോൾട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ പ്രീസെറ്റിൽ കിടക്കുന്ന പേപ്പർ ഉപയോഗിച്ചിട്ടൊന്നല്ല നമ്മൾ വർക്ക് ചെയ്യുക. എപ്പോഴും നമ്മളൊരു കസ്റ്റമറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കസ്റ്റം എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് ആണ് കസ്റ്റം എന്ന് പറയുന്ന പ്രീസെറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ആ കസ്റ്റം എന്ന് പറയുന്ന പ്രീസെറ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇന്റർനാഷണൽ പേപ്പറിൽ പോയി A4 ഏതിൽ പേപ്പറിൽ കിടക്കുകയാണെങ്കിലും ഞാൻ ഇവിടെ പോയിട്ട് ഒരു മെഷർമെന്റിന് വിത്തിലൊന്ന് ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കസ്റ്റമിലേക്ക് മാറും. നമ്മൾ അവിടെ പോയി മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി ഇവിടെ വിത്ത് ഹൈറ്റ്, ഇപ്പൊ നമുക്ക് അറിയാം നമ്മൾ ഏതൊരു മെഷർമെന്റ് എടുക്കുകയാണെങ്കിലും അതിന് വിത്തും ഹൈറ്റും ഉണ്ടാവും. വിത്തും ഹൈറ്റും ഇല്ലാത്ത മെഷർമെന്റുകൾ ഉണ്ടാവില്ല, വിത്തും ഹൈറ്റും ഉണ്ടാവും. അപ്പൊ ആ വിത്തും ഹൈറ്റ് എടുക്കുന്ന സമയത്ത് ആ മെഷർമെന്റിന്റെ നെയിം ഉണ്ടാവും. പിക്സൽസിലാണോ, ഇഞ്ചസിലാണോ, സെന്റിമീറ്ററിലാണോ, മില്ലിമീറ്ററിലാണോ എന്നുള്ളത് നമുക്ക് അവിടെ ഉണ്ട്. നമ്മൾ അധികവും മെഷർമെന്റ് എടുക്കുക ഇഞ്ചസ്, സെന്റിമീറ്റർ, ഫീറ്റ്, ഈ 3ലാണ് നമുക്ക് മെഷർമെന്റ് എടുക്കുക. ഇപ്പൊ ഇതിൽ നമ്മൾ ഇഞ്ചസ്, സെന്റിമീറ്റർ എന്ന് പറയുന്ന 2 പോർഷനാണ് കാണുന്നത്, ഫീറ്റ് കാണുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫീറ്റ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇപ്പൊ നമ്മൾ ഇഞ്ചസിലും സെന്റിമീറ്ററിലുമാണ് നമ്മൾ മെഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇഞ്ചസിലാണ് വേണ്ടത് എങ്കിൽ, അതായത് എനിക്ക് ഇഞ്ചസിലാണ് വേണ്ടെങ്കിൽ ഇഞ്ചസ് കൊണ്ടേ ക്ലിക്ക് ചെയ്യുക, തന്നെ ഇവിടെ എന്ത് ചെയ്യുക, മെഷർമെന്റ് ടൈപ്പ് ചെയ്യുക. അപ്പൊ എന്നോട് പറയുവാണ് ഒരു 25 ഇഞ്ചാണ് എൻ്റെ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എന്ത് ചെയ്യാം, 25 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഹൈറ്റ് എനിക്ക് വേണ്ടത് ഒരു 10 ഇഞ്ചസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇഞ്ചസ് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇന്ന് കൊടുക്കുന്നത് കറക്റ്റ് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് പേപ്പർ കിട്ടുന്നതും കറക്റ്റ് ആയിരിക്കും. നമ്മൾ മെഷർമെന്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രിന്റിങ്ങിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ആ പേപ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് റെസൊല്യൂഷൻ ഉള്ളതാണ്. നമ്മളിപ്പോൾ 2 രീതിയിലുള്ള റെസൊല്യൂഷൻ മാത്രം പഠിച്ചാൽ മതി, 72 റെസൊല്യൂഷനും 300 റെസൊല്യൂഷനും. 72 റെസൊല്യൂഷൻ നമ്മൾ അധികം വീഡിയോ പർപ്പസിനാണ് ഉപയോഗിക്കുക. വീഡിയോ പർപ്പസിനാണ് നമ്മൾ 72 റെസൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കാറ്. 300 റെസൊല്യൂഷൻ നമ്മൾ പ്രിന്റിംഗ് പർപ്പസിലാണ് ഉപയോഗിക്കാറ്. 300 റെസൊല്യൂഷൻ നമ്മൾ പ്രിന്റിംഗ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. 72 റെസൊല്യൂഷൻ നമ്മൾ വീഡിയോ പർപ്പസിനാണ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഫ്ലെക്സും ക്ലോത്തും ഒക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ 72 റെസൊല്യൂഷൻ ആണ് ഉപയോഗിക്കുക. അതെന്തിനാന്നുള്ളത് പിന്നെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു വിൻഡോ ഉണ്ട്, പിക്സൽസ് പെർ ഇഞ്ച്. പിക്സൽസ് പെർ ഇഞ്ച് അവിടെ തൊട്ട് താഴെ അതിന്റെ പിക്സൽസ് പെർ സെന്റിമീറ്റർ ഉണ്ട്. നമ്മളധികം പിക്സൽസ് പെർ ഇഞ്ച് ആണ് കൊടുക്കുക. പിക്സൽസ് പെർ ഇഞ്ച് കൊടുത്താൽ മതി. then അടുത്തത് കളർ മോഡ്. ഇവിടെ ബിറ്റ് മാപ്പ്, ഗ്രേ സ്കെയിൽ, RGB, CMYK, ലാബ് കളർ എന്ന് പറയുന്ന 5 തരത്തിലുള്ള കളർ മോഡ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ 2 കളർ മോഡാണ് അധികം ഉപയോഗിക്കുന്നത്, RGB കളർ മോഡും CMYK കളർ മോഡും. RGB കളർ മോഡ് എന്ന് പറയുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ ആണ്.
റെഡ് ഗ്രീന് ബ്ലൂ ആണ് ഈ RGB എന്ന് പറയുന്ന കളർ മോഡിന്റെ ഫുൾ ഫോം വരുന്നത്. CMYK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് ആണ്. സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് ആണ്. ഓക്കെ, RGBയുടെ കളറിന്റെ ഫുൾ ഫോം വരുന്നത് റെഡ് ഗ്രീന് ബ്ലൂ ആണ്. CMYK എന്ന് പറയുന്ന കളറിന്റെ ഫുൾ ഫോം വരുന്നത് സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് ആണ്. ഓക്കെ, ഇനി ഈ RGB എന്തിനാണ് ഉപയോഗിക്കുന്നത്, CMYK എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. RGB എന്ന് പറയുന്ന കളർ മോഡ് ലൈറ്റ് അടിച്ച് ക്രിയേറ്റ് ആവുന്ന കളറാണ്. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ പ്രിന്റിങ്ങിന് നമ്മൾ കൊടുക്കുന്ന കളറിനെയാണ് നമ്മൾ RGB കളർ മോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് CMYK കളർ മോഡാണ്. അതായത് മഷിയാണ് ഈ CMYK എന്ന് പറയുന്നത്, ഇങ്കാണ്. സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് എന്ന് പറയുന്നത് മഷിയാണ്. ആ മഷി ഉപയോഗിച്ചുകൊണ്ട് അടിക്കുന്ന കളർ മോഡ്, പ്രിന്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കേണ്ട കളർ മോഡ് എന്ന് പറയുന്നത് CMYK കളർ മോഡാണ്. ഇപ്പൊ നമ്മൾ ഫ്ലെക്സ് അതുപോലെയുള്ള അധിക പ്രിന്റിങ്ങിനും CMYK കളർ മോഡാണ് കൊടുത്ത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരു പേപ്പർ ഓപ്പൺ ആക്കി വരുന്ന സമയത്ത് ആ പേപ്പറിന് ബാക്ക്ഗ്രൗണ്ട് എന്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, വൈറ്റ് കൊടുക്കാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ട്രാൻസ്പെറന്റ്, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ മൂന്നിൽ ഏതിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്തോടെ വൈറ്റ് കളർ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മെഷർമെന്റിലുള്ള പേപ്പർ നമുക്ക് അവിടെ അവൈലബിൾ ആയി വന്നു. ഓക്കെ, പേപ്പർ ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഞാൻ എന്താക്കുന്നു, ഇന്റർനാഷണൽ ഫയലില് ന്യൂല് ഇന്റർനാഷണൽ പേപ്പറിൽ A4 എടുക്കുന്നു. കാരണം ഞാനൊരു ബേസിക് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കുന്നു A4 പേപ്പർ ഓപ്പൺ ആക്കി കൊടുക്കുന്നു. ഓക്കെ.